ഒരു പുസ്തകം എഴുതുന്നത് ഒരു യാത്രയാണ്. ഒറ്റയ്ക്ക് തുടങ്ങുന്ന, എന്നാൽ ഒരു നാൾ ഏറെ മനസ്സുകളെ സ്പർശിക്കുന്ന, ഏറെ ആൾക്കാരുടെ വായനയെ സന്തോഷിപ്പിക്കുന്ന മനോഹരമായ യാത്രയാണത്. എൻ്റെ ആദ്യത്തെ ഒറ്റയ്ക്കുള്ള യാത്രയാണ് ഈ പുസ്തകം, പവിത്രേശ്വരൻ്റെ പെണ്ണുങ്ങൾ. ഞാൻ എഴുതി തുടങ്ങുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. എന്നെങ്കിലും ഞാൻ എഴുതുന്ന ഈ കഥകൾ പ്രസിദ്ധീകരിക്കാൻ കഴിയുമോ, ഇതിനൊരു പ്രസാദനം വരുമോ, വായനക്കാരുണ്ടാകുമോ എന്നുള്ളതൊക്കെ ഒരു വലിയ പ്രതിസന്ധിയായിരുന്നു. ആ പ്രതിസന്ധികൾക്കിടയിൽ ഇരുന്നു കൊണ്ടാണ് ഞാനിത് എഴുതി തുടങ്ങിയത്. ആദ്യത്തെ 2-3 കഥകൾ ഭംഗിയായിട്ട് എഴുതി എത്തിച്ചുവെങ്കിലും അടുത്ത കഥകളിലേക്ക് പോകുമ്പോൾ എഴുത്ത് നിന്നു പോകുന്ന അവസ്ഥ, മനസ്സിൽ കഥകൾ നിറഞ്ഞു നിൽക്കുമ്പോഴും ഒരക്ഷരം പോലും തുടർന്ന് എഴുതാൻ കഴിയാത്ത അവസ്ഥ, അങ്ങനെ പലവിധ പ്രതിസന്ധിയിൽ പെട്ടുപോയിട്ടുണ്ട്. ആ സമയത്തൊക്കെ എനിക്ക് എഴുതാൻ പ്രചോദനം തന്നതും ദിലി ധൈര്യമായിട്ട് എഴുതിക്കോ, നമുക്ക് മലയാള നാട്ടിൽ പ്രസിദ്ധീകരിക്കാമെന്ന് പറഞ്ഞതും മലയാള നാടിൻ്റെ ചീഫ് എഡിറ്ററായ ലതിക ചേച്ചിയാണ്. ഒപ്പം ഞാൻ എഴുതുന്നതെല്ലാം ആദ്യം വായിക്കുന്ന എൻ്റെ ആദ്യ വായനക്കാരിയുടെ തുടർച്ചയായിട്ടുള്ള പ്രോത്സാഹനവുമാണ് ഈ എഴുത്ത്, ആ പുസ്തകം പൂർണ്ണ രൂപത്തിൽ എത്തുന്നതിന് കാരണമായത്. പവിത്രേശ്വരൻ്റെ പെണ്ണുങ്ങൾ പ്രസിദ്ധീകരിച്ചത് സുജിലി പബ്ലിക്കേഷൻസ് ആണ്. പുസ്തകത്തിൻ്റെ കവർ പേജ് എൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ അത് DTP ചെയ്തിട്ട് പുസ്തക രൂപത്തിലാക്കിയതിൻ്റെ PDF കോപ്പി എൻ്റെ കയ്യിൽ കിട്ടുമ്പോഴൊക്കെ ഞാൻ അനുഭവിച്ച ഒരു സന്തോഷമുണ്ട്. അതിന് മുകളിൽ ഞാനൊരു സന്തോഷം അനുഭവിച്ചത്, പുസ്തകം പ്രിൻ്റ് ചെയ്ത് റെഡി ആയിട്ടുണ്ട്, ഞങ്ങൾ വീട്ടിലേക്ക് അയച്ചു തരാമെന്ന് പറയുമ്പോൾ വേണ്ട, ഞാൻ അങ്ങോട്ട് വന്ന് കളക്ട് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ഞാനും എൻ്റെ ഭാര്യയും മക്കളുമായിട്ട് കൊല്ലത്ത് സുജിലിയുടെ ഓഫീസിൽ പോയിട്ടാണ് ഈ പുസ്തകം ഏറ്റുവാങ്ങുന്നത്. പുസ്തകം ആദ്യമായിട്ട് കയ്യിൽ കിട്ടിയപ്പോൾ പുസ്തകത്തിൻ്റെ പേജുകൾ ഇങ്ങനെ മറിച്ച് അതിൻ്റെ മണമൊക്കെ ഇങ്ങനെ അനുഭവിച്ച് അതിലെ കവറിൻ്റെ പേജും ആ പുസ്തകത്തിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ്സും ഒക്കെ മനസ്സിലേക്ക് എടുത്ത് പുസ്തകവുമായിട്ട് തിരിച്ചു വന്നൊരു യാത്ര ജീവിതത്തിൽ ഏറ്റവും മറക്കാൻ കഴിയാത്ത അതിമനോഹരമായിട്ടുള്ള യാത്രയാണ്. എഴുതി തുടങ്ങിയപ്പോൾ ഞാൻ ഒറ്റയ്ക്കായിരുന്നെങ്കിലും എഴുതി തീർന്നപ്പോൾ അത് പുസ്തകമായി കഴിഞ്ഞപ്പോൾ ഇന്ന് എൻ്റെ എഴുത്തിൻ്റെ യാത്രയിൽ എനിക്കൊപ്പം ധാരാളം ആൾക്കാരുണ്ട്.